കേസ് ഇപ്പോൾ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിൽ ചിലർക്ക് താല്പര്യമില്ല. ദേശീയ നേതൃത്വത്തിൽ വളരെ പ്രധാന നിർണായകമായ സ്ഥാനത്തിരിക്കുന്നത് KC വേണുഗോപാലാണ്. ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും എന്നോട് ചോദിക്കേണ്ട, അതിന്റെ ഉത്തരം കിട്ടൂല. അഖിലേന്ത്യാ നേതൃത്വത്തോടാണോ കേസിന്റെ എതിർപ്പ്? എനിക്ക് ആരോടും എതിർപ്പൊന്നുമില്ല. ഇതാരാ പറഞ്ഞതിന്? ഞാൻ പറഞ്ഞു എതിർപ്പുണ്ടെന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിന്. സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും നേതൃരംഗത്തിരിക്കുന്ന ആളുകൾക്ക് ഒരഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അനുകൂലമാകാം, എതിരാവാം. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ UDF വലിയൊരു വിജയം നേടിയാൽ പിന്നെ കേസിനെ തൊടാൻ കഴിയില്ല എന്ന് കരുതിയാണ് ഈ തിരക്കിട്ട ഈ ഒരു മാറ്റം. അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നു? അങ്ങനെയൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വോട്ടിൽ ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് ഇലക്ഷൻ ഉണ്ടെങ്കിൽ ജയിക്കും. ഇലക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേതൃമാറ്റം എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് വന്നത്. ഒരു നേതൃമാറ്റം വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ആകെ പാർട്ടിയിലും ഈ മുന്നണി സംവിധാനത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ല. UDF കൺവീനറെ മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനും ആ നിലക്ക് മാറ്റേണ്ടതല്ലേ ശരിക്കും? പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല. അവർക്ക് താല്പര്യം, അവർക്ക് മാറ്റേണ്ട അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ നിലനിൽക്കും, സ്വാഭാവികം. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. VD സതീശന്റെ റോൾ എന്താണ് താങ്കൾ സംശയിക്കുന്നത്? ഈ മാറ്റത്തിൽ VD സതീശന്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അങ്ങനെ മുൻകൈ എടുത്ത് ഇറങ്ങിയോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമാണ്. എനിക്ക് അങ്ങനെ തെളിവൊന്നും എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കട്ടെ, എൻ്റെ കാര്യം ഞാൻ നോക്കാം. പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്ത് കേസിന് സൂചന ഉണ്ടായിരുന്നു മാറ്റുന്ന പുതിയ കമ്മിറ്റി പുതിയ KPCC ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോഴാണോ അങ്ങ് അറിഞ്ഞത് അങ്ങനെ മാറ്റുന്നു എന്നുൾപ്പെടെയുള്ള കാര്യം? അല്ല, അതിനു മുമ്പേ തന്നെ മാറ്റുമെന്നുള്ള ഒരു അറിയിപ്പ് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസത്തെ ആ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും കാഗേജിയും അതിലഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. മാറ്റുമെന്ന് ഒരു തരത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് വേദന ഉണ്ടാക്കിയോ? അങ്ങനെ വിളിച്ചു വരുത്തി ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്ന് പറയാതെ പിന്നീട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു, അതിൽ വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല. വിഷമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അല്ല, അത് ശരിയായ ഒരു കേസിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവല്ലേ, അങ്ങനെ ചെയ്യേണ്ട. അത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് പോയി ചോദിക്കുന്നതാണ്. ഞാൻ എന്തെങ്കിലും മനസ്സിൽ റിയാക്ഷൻ ഉണ്ടായിട്ട്. ഇതിൽ ചർച്ചകൾ നടന്ന സമയത്ത് KC വേണുഗോപാലിന്റെ പോലും സപ്പോർട്ട് താങ്കൾക്ക് കിട്ടിയിട്ടില്ലേ? ഇതിൽ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അഖിലേന്ത്യാ തലത്തിൽ നടക്കുമ്പോൾ KC വേണുഗോപാലിന്റെ സപ്പോർട്ട് പോലും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലേ? ഞാൻ ആരുടെ സപ്പോർട്ടിന് വേണ്ടിയും പുറകെ നടന്നിട്ടില്ല. ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ പുറകെ നടന്നിട്ടില്ല. പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ എഴുതണം കേട്ടോ. ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ ആരുടെയും പുറകെ നടന്നിട്ടില്ല. എന്റെ നോമിനി അല്ലെങ്കിലും എന്റെ ഫുൾ അറിവ് അതിൻ്റെ അകത്തുണ്ട്, പിന്തുണയുമുണ്ട്. കേസിനെ മിണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ സണ്ണി ജോസഫിന്റെ പേര് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആന്റണി ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു പാർട്ടിയിൽ. തീർച്ചയായിട്ടും ആന്റണിയേക്കാൾ നല്ല ചോയ്സ് ആണ്. അല്ല, അങ്ങനെ രണ്ടാളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ആന്റണിയും സീനിയർ നേതാവാണ്, ഇദ്ദേഹവും സീനിയർ നേതാവാണ്. 4 വർഷത്തോളം KPCC പ്രസിഡന്റ് കിട്ടിയെന്നുള്ളത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ കാര്യമൊന്നുമല്ല. 10-70 വയസ്സായ എനിക്ക് ഇത്രയും 9 വയസ്സ് മുതൽ രാഷ്ട്രീയം കളിച്ച എനിക്ക് ഇത്രയും കാലാവധി എനിക്കൊരു വലിയ പ്രശ്നം. എന്റെ ഇത്രയും പാരമ്പര്യമുള്ളവർ വളരെ അപൂർവമാണ് ഇവിടെ. ഞാൻ 9 വയസ്സിൽ ഈ നാട്ടിൽ ഈ ബേക്കലത്തെ റോട്ടിലൂടെ ഞാൻ കോൺഗ്രസിന്റെ കൊടിയെടുത്തിട്ട് മുദ്രാവാക്യം വിളിച്ച് 120 ചെറുപ്പക്കാർ കുട്ടികൾ 9 വയസ്സ് എൻ്റെ പ്രായക്കാരെയും കൂട്ടി ജാഥ നയിച്ചവനാണ് ഞാൻ. എന്താ ജാഥ എന്നറിയോ? അന്ന് അങ്കമാലിയിൽ ഫ്ലോറി എന്നൊരു പറയുന്ന ഗർഭിണീനെ വെടിവെച്ച് കൊന്നിരുന്നു. ആ ഗർഭിണീനെ വെടിവെച്ച് കൊന്ന അവർക്ക് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യമാണ്. തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഘാതകരെ ഇക്കൊടിയാണേ കട്ടായം ഈ പിള്ളേരൊന്ന് വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം വിളിച്ച് നടന്നവനാണ് ഞാൻ. 9ാമത്തെ വയസ്സിൽ. ഇപ്പൊ ഓർമ്മയില്ലാണ്ടിരിക്കും. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുന്നതല്ലല്ലോ.
പക്ഷെ ആ ഒരു പരിഗണന ഒന്നും ഈ ഒരു സമയത്ത് അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കളെ പുറത്താക്കാൻ ആരെങ്കിലും പ്രത്യേകിച്ച് ഇതിനകത്ത് ഇടപെടും? എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നിയാലൊട്ട് പ്രശ്നവുമില്ല. കേസിൽ മാറ്റേണ്ട സാഹചര്യം എന്തായിരുന്നു സത്യത്തിൽ? അത് അവരോട് ചോദിക്കണം. എല്ലാ സ്ഥലത്തിലും അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? വിഷമം ഉണ്ടാക്കി അത് എന്നെ മാറ്റി എന്ന് പറഞ്ഞ നേതാവ് ആരാണോ അവരോട് പോയി കേസിന് ചോദിക്കണം. എത്ര ആലോചിച്ചിട്ട് അത് മനസ്സിലായില്ല. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. പിടികിട്ടിയിട്ടേ ഇല്ല. പിൻഗാമിയായി വന്ന ആളും അതെ, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഉണ്ട്. എന്താണ്? ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പിണറായി വിജയനും പിടിപാടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? പിണറായി വിജയൻ സംശയം ഇടക്കില്ല, മറ്റേ പാർട്ടിക്കാർക്ക് സംശയം ഉണ്ടാവും. അതെ, പാർട്ടിക്കാർക്കായിട്ട് സംശയമുണ്ട്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റായി ഒക്കെ വരുന്നുണ്ട്. അതൊരു ന്യായമായ ഒരു സംശയമാണല്ലേ? ന്യായമായ സംശയമാണ്. അണികൾക്ക് ഒരുപാട് വിഷമമുണ്ടല്ലോ അങ്ങയുടെ മാറ്റത്തിൽ. അണികൾക്ക് ഉറപ്പായിട്ടും. കാരണം ഞാൻ ഈ പ്രവർത്തകന്മാരെ സ്നേഹിക്കുന്നത് പോലെ ഒരു പാർട്ടിയിൽ ഒരു കോൺഗ്രസ് ഒരു നേതാവും സഹകരിക്കില്ല, സ്നേഹിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, KSU ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വന്നില്ലേ? തിരുവനന്തപുരത്ത് 2 ജില്ലകളിൽ മാത്രം 62 പുതിയ കോളേജുകൾ KSU വെട്ടിപ്പിടിച്ചു. അവിടെയൊക്കെ ഞങ്ങളുടെ കുട്ടികളെ തല്ലി, അടിച്ചു, പൊട്ടി, ആശുപത്രിയിലാക്കി. അവർക്കെല്ലാം സംരക്ഷണം കൊടുത്താലാണ് ഞാൻ. ആളുകളെ ഇട്ട് എൻ്റെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആശുപത്രിയിൽ മുഴുവൻ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിക എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവർക്ക് വേണ്ടി ഏത് സംരക്ഷണം മേഖലയിലും ഞാൻ പോകും. ആ നന്ദി എൻ്റെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്നുണ്ട്.